ഹായ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ LBSലെ പ്രൈവറ്റ് കോളേജിനെ കുറിച്ചും അതേപോലെ തന്നെ ഗവൺമെന്റ് കോളേജിനെ കുറിച്ചുമാണ്. അപ്പോൾ ആദ്യം ഗവൺമെന്റ് കോളേജിനെ കുറിച്ച് പറയാം. അറിയാലോ, ഗവൺമെന്റ് കോളേജാണ് ഓൾവേസ് ബെറ്റർ. കാരണം എന്ന് വെച്ചാല് അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ വേറെ ഒരു പ്രൈവറ്റ് കോളേജിലും കിട്ടത്തില്ല. എന്താന്ന് വെച്ചാല് ഗവൺമെന്റ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് എല്ലാ തരത്തിലുള്ള എക്സ്പോഷറും കിട്ടും. പക്ഷെ പ്രൈവറ്റിൽ നോക്കുമ്പോൾ അങ്ങനെയല്ല. പ്രൈവറ്റിലാണെങ്കിൽ ഒരുപാട് ലിമിറ്റേഷൻസും റെസ്ട്രിക്ഷൻസും ഒക്കെ വരും. പ്രൈവറ്റിൽ പൈസ കൊടുത്ത് വന്ന് കിടക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് മേ ബി സമ്മതിച്ചെന്ന് വരത്തില്ല. ഓരോ കുട്ടികളെ കൊണ്ട്, സ്റ്റുഡൻസിനെ കൊണ്ട് എല്ലാ പ്രൊസീജിയർ ചെയ്യാനായിട്ട് സമ്മതിക്കുമെന്ന് വരത്തില്ല. അതേപോലെ തന്നെ അവിടുത്തെ മാനേജ്മെന്റും സമ്മതിച്ചു എന്ന് വരത്തില്ല. കാരണം പിന്നെ അതൊരു പ്രശ്നമാവും. പൈസ വാങ്ങിച്ചിട്ട് നല്ല കെയർ കിട്ടിയില്ല, അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കംപ്ലൈന്റ് വരാം. അതുകൊണ്ട് തന്നെ ഗവൺമെന്റില് കിട്ടുന്ന അത്രത്തോളം ഒരു എക്സ്പോഷർ പ്രൈവറ്റ് കോളേജില് കിട്ടിയെന്ന് വരത്തില്ല. ഗവൺമെന്റിലാണെങ്കിൽ നമുക്ക് ഒരുവിധ എല്ലാ പ്രൊസീജിയറും ഇപ്പോൾ കാനില ഇടാനായാലും അതേപോലെ തന്നെ ഇത് ഇഞ്ചക്ഷൻ എടുക്കാനായാലും ഒക്കെ എന്ത് ചെയ്യും, ഗവൺമെന്റിൽ കിട്ടും. പക്ഷെ പ്രൈവറ്റില് അങ്ങനെ കിട്ടിയെന്ന് വരത്തില്ല. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്, ഞാനിപ്പോ പ്രൈവറ്റിലാണ് പഠിച്ചെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഗവൺമെന്റില് നമുക്ക് പോസ്റ്റിംഗ് ഉണ്ട്. അപ്പൊ ഗവൺമെന്റില് പോസ്റ്റിങ്ങിന് കിട്ടുന്നതിന്റെ പകുതി എക്സ്പോഷർ മാത്രമേ നമുക്ക് ഈ പ്രൈവറ്റിൽ കിട്ടൂ. കാരണം ഗവൺമെന്റിൽ നമുക്ക് കാനില ഇടാൻ പറ്റും, അതേപോലെ തന്നെ ഇഞ്ചക്ഷൻ എടുക്കാനും ഒക്കെ പഠിക്കാൻ പറ്റുന്നത് ഈ ഗവൺമെന്റില് പോസ്റ്റിങ്ങില് തന്നെയാണ്. അപ്പൊ ഗവൺമെന്റിൽ കിട്ടുന്ന ഒരു കുട്ടിയുടെ അത്രത്തോളം എക്സ്പോഷർ പ്രൈവറ്റില് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. പിന്നെ ഡിപ്പെൻഡിങ് അപ്പോൾ ഓരോ കോളേജ് അനുസരിച്ചിരിക്കും. മേ ബി ചില ഹോസ്പിറ്റലില് കുട്ടികളെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കും. പക്ഷെ അതേപോലെ തന്നെ വേറൊരു കോളേജിൽ വരണമെന്നില്ല. ഇപ്പൊ ഈ ഒരു കോളേജില് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ അടുത്ത കോളേജില് ചെയ്യിപ്പിക്കണമെന്ന് ഇല്ല. അത് ഓരോ കോളേജ് അനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. പ്രൈവറ്റിൽ തന്നെ അങ്ങനെ വ്യത്യാസമുണ്ട്. അപ്പൊ പല ഹോസ്പിറ്റലിലും പല രീതിയായിരിക്കും. ചിലയിടത്ത് എല്ലാം കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കും, ചിലയിടത്ത് ചെയ്യിപ്പിക്കത്തില്ല. ഇപ്പൊ ഒരു കോളേജില് എല്ലാം ചെയ്യിപ്പിക്കും എന്നും പറഞ്ഞ് വേറൊരു കോളേജിലെല്ലാം ചെയ്യിപ്പിക്കണമെന്നും ഇല്ല, ചെയ്യിപ്പിക്കാതിരിക്കണമെന്നും ഇല്ല. അപ്പം ഓരോ കോളേജിന്റെയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഡിഫറെന്റ് ആയിരിക്കും. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജ് സെലക്ട് ചെയ്യുമ്പോഴും മാക്സിമം പേരന്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഓൺ ഹോസ്പിറ്റൽ ഉള്ള കോളേജ് സെലക്ട് ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു ഹോസ്പിറ്റൽ ഉള്ള കോളേജ് ആണെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അവിടെ കുറച്ചും കൂടെ എക്സ്പോഷർ കിട്ടാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഇല്ലെങ്കിൽ വേറെ അടുത്തുള്ള ഹോസ്പിറ്റലിലായിരിക്കും നിങ്ങളെ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന് വേണ്ടി കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ ചിലപ്പോൾ വേറെ കോളേജിലെ പിള്ളേരും ഒക്കെ കാണും. അപ്പോൾ ഒരു ക്രൗഡ് ആയി പോകും. അപ്പൊ നമുക്ക് പേരന്റ് ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ നമ്മൾ ആ കോളേജിലുള്ള സ്റ്റുഡൻസ് മാത്രമേ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ പഠിക്കാനും അതേപോലെ കിട്ടുന്ന എക്സ്പോഷർ ഒക്കെ കുറച്ചും കൂടെ കൂടുതലായിരിക്കും. പിന്നെ ഈ സിമ്മറ്റ് കോളേജൊക്കെ ഉണ്ടല്ലോ, ഈ സിമ്മറ്റ് കോളേജിന്റെ ഒക്കെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അവർക്ക് ഈ ക്ലിനിക്കൽ പോസ്റ്റിംഗ് കൊടുക്കുന്നത് എന്തായിരിക്കും, ഈ ഗവൺമെന്റ് കോളേജ് ഹോസ്പിറ്റലിലായിരിക്കും. അപ്പോൾ അതൊരു ബെനിഫിറ്റ് ആണ്. കാരണം ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്ന അതേ കുട്ടികളെ പോലെ തന്നെ ഈ സിമ്മറ്റ് കോളേജിലും അതേപോലെ എക്സ്പോഷർ കിട്ടും. അപ്പോൾ അടുത്തുള്ള ഗവൺമെന്റ് കോളേജിലൊക്കെ ആയിരിക്കും അവരെന്ത് കൊടുക്കുന്നത്, ഈ ക്ലിനിക്കൽ പോസ്റ്റിംഗ് കൊടുക്കുന്നത്. അത് കുറച്ചും കൂടെ ബെറ്റർ ആണ്. മാക്സിമം സെൽഫ് ഫിനാൻസ് ഒക്കെ വരുമ്പോഴേക്ക് ഒന്നെങ്കിൽ പേരന്റ് ഹോസ്പിറ്റൽ ഉള്ള കോളേജ് തന്നെ സെലക്ട് ചെയ്യുക. പിന്നെ സിമന്റ് കോളേജ് ഒക്കെ ഇതേപോലെ നല്ലതാണ്. കാരണം അവർക്ക് കിട്ടുന്നത് ഗവൺമെന്റ് കോളേജിന്റെ എക്സ്പോഷർ ആയിരിക്കും. അപ്പോൾ അതും കുറച്ചും കൂടെ നല്ലതാണ്. പിന്നെ ഫീസ് സ്ട്രക്ചർ വരുമ്പോഴേക്ക് എല്ലാ പ്രൈവറ്റ് കോളേജിലും ഒരേ ഫീസ് സ്ട്രക്ചർ ആയിരിക്കത്തില്ല. ഇപ്പോ ഞാൻ പഠിച്ച കോളേജിലെ ഫീസ് സ്ട്രക്ചർ ആയിരിക്കത്തില്ല വേറൊരു കോളേജില്. ചിലപ്പോൾ അതിനേക്കാളും കൂടുതലായിരിക്കാം, കുറവായിരിക്കും. അപ്പോൾ ഓരോ കോളേജിന്റെ റെപ്യൂട്ടേഷനും ഫെസിലിറ്റി ഒക്കെ അനുസരിച്ച് എന്ത് ചെയ്യാം, ഫീസ് ഡിഫറൻസ് ഉണ്ടാവാം. ഞാൻ പഠിച്ച കോളേജില് ഫസ്റ്റ് ഇയർ 1 lakh സംതിങ് ആയിരുന്നു ഫീസ്. അതിനുശേഷം എന്ത് ചെയ്യും, കുറഞ്ഞാണ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് ഇയറിലായിരിക്കും ഏറ്റവും കൂടുതൽ ഫീസ് വരുന്നത്. പിന്നെ അതിനുശേഷം ഫീസ് കുറഞ്ഞു. പ്രൈവറ്റ് കോളേജിന്റെ ഫീസിൽ തന്നെ പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫീസാണ്. ട്യൂഷൻ ഫീസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ലൈബ്രറി ഫീ, ലാബ് ഫീ, ട്രാൻസ്പോർട്ടേഷൻ ഫീ. ഇപ്പൊ യൂണിഫോം ഒക്കെ നമ്മൾ അവിടെ നിന്നാണ് എടുക്കുന്നതെങ്കിൽ അത് ഇൻക്ലൂഡ് ആയിരിക്കും. അതേപോലെ തന്നെ ചില കോളേജിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുമായിരിക്കും. അങ്ങനെ വരുവാണെങ്കിൽ ആ
ഫീസ് നമ്മൾ അടയ്ക്കണം. ഇപ്പൊ ഞാൻ പഠിച്ച കോളേജിൽ നമ്മൾ അല്ലാണ്ട് വാങ്ങുമായിരുന്നു. അപ്പോൾ അത് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ചിലയിടത്ത് കോളേജിൽ നിന്ന് തന്നെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ആ ഫീസൊക്കെ വരും. പിന്നെ PTA ഫണ്ട് അതെല്ലാം വരും. അങ്ങനെ അപ്പോൾ ഓരോ കോളേജിലും പല ടൈപ്പ് ഫീസ് ആയിരിക്കും. അപ്പൊ ഫീസ് സ്ട്രക്ചർ ഒക്കെ പ്രൈവറ്റ് കോളേജിൽ തന്നെ വേരി ചെയ്യും. ഫസ്റ്റ് ഇയറിൽ കൊടുക്കുന്ന അത്രത്തോളം ഫീസ് പിന്നെ ഓരോ ഇയർ വരുമ്പോൾ കൊടുക്കണ്ട, കുറച്ചും കൂടെ കുറഞ്ഞായിരിക്കും വരുന്നത്. പിന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഒരു ഫിക്സഡ് എമൗണ്ട് കോഷൻ ഡെപ്പോസിറ്റ് നമ്മൾ കൊടുക്കും. അതെന്ത് ചെയ്യും, നമ്മൾ ഈ 4th ഇയർ ഇറങ്ങുമ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യും, ആ കോഷൻ ഡെപ്പോസിറ്റ് മിക്ക കോളേജിൽ നിന്നും അത് തരാറുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഓരോ സെമ്മിനും എക്സാം ഫീസൊക്കെ നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് എക്സാം ഫീസ് അടയ്ക്കണം. അതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് വേണം അടയ്ക്കാൻ. അതൊന്നും ഈ നമ്മൾ ആനുവലി അടയ്ക്കുന്ന ഫീസിൽ പോത്തില്ല. മറിച്ച് എന്ത് ചെയ്യും, ഈ ഓരോ സെമ്മിൽ നമ്മൾ എക്സാം വരുമ്പോൾ അത് യൂണിവേഴ്സിറ്റിക്ക് സെപ്പറേറ്റ് ആണ് അടയ്ക്കുന്നത്. അപ്പൊ നിങ്ങൾ കോളേജൊക്കെ സെലക്ട് ചെയ്യുന്ന മുമ്പും അതേപോലെ തന്നെ ഇപ്പോൾ സെലക്ട് ചെയ്തൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ ആ കോളേജിൽ പഠിക്കുന്ന ഏതെങ്കിലും കുട്ടിയെ അറിയാമെങ്കിൽ ഒന്ന് തിരക്കണം. കാരണം അവിടെ എത്രത്തോളം ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുന്നുണ്ട്, അവിടുത്തെ തിയറി ക്ലാസ്സസ് എങ്ങനെയൊക്കെയാണ് എന്നൊന്ന് നേരത്തെ തിരക്കി വെച്ചേക്കണം. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന നഴ്സിങ്ങിന് വേണ്ടുന്നത് തിയറിയേക്കാൾ ഉപരി എന്താണ്, ക്ലിനിക്കൽ എക്സ്പോഷർ ആണ്. അപ്പോൾ വെറുതെ തിയറി കൊടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചില വലിയ ഹോസ്പിറ്റലിൽ ഒക്കെ തിയറി നല്ലോണം കൊടുക്കും. പിന്നെ അവർക്ക് മെയിൻ ആയിട്ട് കൊടുക്കുന്ന ഓസ്കി ആയിരിക്കും. മീൻസ് ഈ ഡെമ്മി ഉണ്ടല്ലോ, ഡെമ്മിയിലായിരിക്കും പഠിപ്പിക്കുന്നത്. ഈ നമ്മുടെ യഥാർത്ഥ മനുഷ്യനെ ചെയ്യുന്ന കണക്ക് ഡെമ്മിയിൽ ചെയ്ത് കാണിക്കും. പക്ഷേ നമ്മളെ പിന്നീട് ചെയ്യാൻ പോണത് യഥാർത്ഥ മനുഷ്യനെയാണ്, ഈ ഡെമ്മിയിലല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. ചിലടത്ത് ഡെമ്മിയിലായിരിക്കും പഠിപ്പിക്കുന്നത്, പേഷ്യന്റിനെ തൊടാനായിട്ട് സമ്മതിക്കത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടോ ഒക്കെ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ ഒന്ന് അന്വേഷിച്ച് വെക്കുന്നത് നല്ലതാണ്. അപ്പൊ എത്രയേ ഉള്ളൂ. ബൈ ബൈ.